നമ്മുടെ രാജ്യം ഒരു പ്രത്യേക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഈ പരിപാടി നടക്കുന്നത്. രാജ്യത്തിൻ്റെ ഇന്നത്തെ സാഹചര്യം പരിശോധിച്ചാൽ ജനാധിപത്യ വിശ്വാസികളിൽ, മതനിരപേക്ഷ ചിന്താഗതിക്കാരിൽ വലിയ ഉത്കണ്ഠ ഉളവാകുന്ന നിലയാണുള്ളത്. നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ കടുത്ത പോരാട്ടം നടത്തി സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രമാണ്. അതിൻ്റെ തുടർച്ചയായി രാജ്യം പൊതുവെ സ്വീകരിച്ചു വന്നിരുന്ന നില ലോകരംഗത്ത് സാമ്രാജ്യത്വ വിരുദ്ധ സമീപനമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യ നേരത്തെ ലോകം കണ്ട രാജ്യമായിട്ടല്ല ഇപ്പോൾ നിൽക്കുന്നത്. സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം സ്വീകരിച്ച ഘട്ടത്തിൽ ലോകത്തിലെ മൂന്നാം ലോക രാഷ്ട്രങ്ങൾ, പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങൾ, സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന രാഷ്ട്രങ്ങൾ എല്ലാം നല്ല സ്വീകാര്യതയാണ് ഇന്ത്യയോട് കാണിച്ചിരുന്നത്. ഇന്ത്യയെ ആവേശപൂർവ്വം നോക്കുന്ന കാഴ്ചയാണ് ആ കാലത്തുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സാമ്രാജ്യത്വ വിരുദ്ധ സമീപനത്തിന് പകരം പൂർണ്ണമായും അമേരിക്കൻ സാമ്രാജ്യത്തിന് വിധേയമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രമായി നമ്മുടെ രാഷ്ട്രത്തെ മാറ്റിയിരിക്കുന്നു. ഇതെവിടെ എത്തുന്നു? അമേരിക്കയാണെങ്കിൽ ലോകം മുഴുവൻ അശാന്തി വിതച്ചുകൊണ്ട് പോവുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ യുദ്ധസാധ്യതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിൻ്റെയും പിന്നിൽ അമേരിക്കയാണെന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇനിയൊരു വൻ യുദ്ധമുണ്ടായാൽ ആ യുദ്ധത്തിൽ ഇന്ത്യ പങ്കാളിയായില്ലെങ്കിലും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യം യുദ്ധത്തിൻ്റെ ഭാഗമായി മാറുന്നത്. അതങ്ങനെ അമേരിക്കയുടെ സൈന്യം യുദ്ധഘട്ടത്തിൽ വിശ്രമിക്കാൻ നമ്മുടെ വിമാനത്താവളങ്ങളും നമ്മുടെ തുറമുഖങ്ങളും ഉപയോഗിച്ചു എന്ന് വരാം. കാരണം അത്ര കണ്ട് വിധേയത്വം നാം അമേരിക്കയോട് പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾ പൊതുവിൽ സ്വീകരിക്കുന്ന സമീപനത്തോടൊപ്പം നിൽക്കാൻ ഇന്ത്യക്ക് കഴിയുന്നില്ല. ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലി ലോകത്തിൻ്റെ മുന്നിലുള്ള ഒരു തെമ്മാടിയായി ഇസ്രയേലിനെ കണ്ടുകൊണ്ട് പാലസ്തീന് നേരെ നടത്തുന്ന ആക്രമണത്തിൽ നിന്ന് ഇസ്രയേൽ പിൻവാങ്ങണമെന്നും ഇസ്രയേൽ സ്വീകരിക്കുന്ന നിലപാട്
അംഗീകരിക്കാനാവുന്നില്ല എന്നും കടുത്ത ഭാഷയിൽ ഇസ്രയേലിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം അംഗീകരിക്കാനിടയുണ്ടായി. ആ പ്രമേയത്തിൽ ലോകത്തിലെ ഭൂരിഭാഗം രാഷ്ട്രങ്ങളും ഒപ്പം നിന്നു.